നമസ്കാരം, ആതിര മിസ് ആണ്. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? യെസ്, നിങ്ങളുടെ എക്സാം പേപ്പറിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത് കേട്ടോ. എന്താണടാ? വർണ്ണന. ഒരു വർണ്ണന എങ്ങനെയാണ് തയ്യാറാക്കുക? നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇതിലെ വർണ്ണന എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഏകദേശം എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഒന്നും കൂടെ ഒന്ന് മിസ് ഓർമ്മപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എടാ, വർണ്ണിച്ചെഴുതുന്നതിനെയാണ് വർണ്ണന എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ പറയുമ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. വർണ്ണിച്ചെഴുതുക. നിങ്ങളോട് എന്തിനെ കുറിച്ചാണ് വർണ്ണന തയ്യാറാക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതിനെ നിങ്ങൾക്ക് എത്രത്തോളം മനോഹരമാക്കി എഴുതാം, എത്രത്തോളം മനോഹരാക്കി എഴുതാം, അത്രത്തോളം മനോഹരാക്കി കഴിഞ്ഞാൽ സെറ്റടാ, വർണ്ണന സെറ്റ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു വർണ്ണനയിലേക്ക് പോയാലോ? യെസ്, വർണ്ണന. പ്രഭാതത്തിലെ പ്രകൃതി. പ്രഭാതത്തിലെ പ്രകൃതിയെ കുറിച്ചിട്ടുള്ള വർണ്ണനയായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തിനെ കുറിച്ചിട്ടാണ് വർണ്ണന തയ്യാറാക്കാന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. യെസ്, അപ്പം പ്രഭാതത്തിലെ പ്രകൃതിയെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വർണ്ണന നിങ്ങൾ കേട്ടു നോക്കൂ മക്കളെ. ഇരുട്ടിന്റെ കരിമഷി മെല്ലെ അലിഞ്ഞു, കിഴക്കിന്റെ മുഖത്ത് കുങ്കുമവർണ്ണം പരക്കുന്നു, പരിമളം പരത്തിയ ഒരു ഇളം കാറ്റ് എന്തോ രഹസ്യം പറയുന്നത് പോലെ തോന്നുന്നു. പുൽനാമ്പിലെ വെള്ളത്തുള്ളികൾ സൂര്യകിരണമേറ്റ് തിളങ്ങുന്നു. മഞ്ഞിന്റെ കുപ്പായമിട്ട നീല തടാകത്തിൽ കളിവള്ളങ്ങൾ ആരെയോ കാത്തിരിക്കുന്നു. അരുവികൾ കളകളമൊഴുകുന്നു. വയലിലെ നെൽക്കതിരുകൾ നൃത്തം ചെയ്യുന്നു. പൂക്കൾ സൂര്യനു നേരെ ഒരു ചെറു പുഞ്ചിരി നീട്ടുന്നു. പക്ഷികൾ സന്തോഷത്തിന്റെ ഗീതം മൂളുന്നു. ഈ പ്രഭാതം എത്ര സുന്ദരമാണ്! ഹൈഷ്, എന്ത് രസാണ് ഈ വർണ്ണന അല്ലേ? പ്രഭാതത്തിനെ എത്ര മനോഹരമായിട്ട് അവിടെ വർണ്ണിച്ചിരിക്കുന്നത് അല്ലേ? ഇതേപോലെ ഇതിന്റെ അപ്പുറം ഇതിനേക്കാൾ മനോഹരമായിട്ട് എൻ്റെ ഓരോ മക്കൾക്കും വർണ്ണന തയ്യാറാക്കാൻ കഴിയുമെന്ന് മിസ്സിന് അറിയാം. അപ്പം എന്നാലും ഈ ഒരു പ്രവർത്തനം മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ. അപ്പം ഈ പ്രാവശ്യത്തെ എക്സാമിന് നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ സെറ്റാക്കി എഴുതിക്കോളാം. മിസ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ വേഗം ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മൾ ഈ ചാനലിൽ ഇടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺ ദി സ്പോട്ടിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇതുവരെയായിട്ട് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് വേണ്ട നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെന്തോ പറയാമെന്നല്ലോ. യെസ്, മിസ്സിൻ്റെ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എങ്ങനെയാ, എക്സാം അടിച്ചു പൊളിച്ച് എഴുതല്ലേ? യെസ്, ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.